ഹലോ, അപ്പോൾ എൻ്റെ യൂട്യൂബിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ കൊച്ചിയിലല്ല ഉള്ളത്, നാട്ടിൽ വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ നാട്ടിൽ എൻ്റെ പുതിയ വീട്ടിലാണ് ഞാനുള്ളത്. അപ്പോൾ ഈ വീട്ടിൻ്റെ ഹോം ടൂർ ചെയ്യണമെന്ന് ഞാൻ കുറേ ആയി വിചാരിക്കുന്നത്, പക്ഷേ എനിക്ക് പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ വീട് മൊത്തത്തിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് മെയിനായിട്ടുള്ള സംഭവം, ഞാനിപ്പോൾ വീട്ടിൽ രാവിലെ എത്തി. അപ്പോൾ ഇന്ന് കുറച്ച് ഫുഡ്, നാടൻ ഭക്ഷണം ഉണ്ടാക്കുന്നത് അമ്മ ഉണ്ടാക്കുന്നത്. നമുക്കറിയാലോ, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കലാണ് മെയിൻ ജോലി. അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ രുചിയായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക, അത് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അമ്മേൻ്റെ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് നമ്മളെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഞണ്ടിൻ്റെയും കല്ലുമ്മക്കായിൻ്റെ പ്രധാനപ്പെട്ട സീസണാണ്. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ കല്ലുമ്മക്കായ അങ്ങനെ കിട്ടില്ല. അപ്പോൾ അങ്ങനെ കല്ലുമ്മക്കായും ഞണ്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്മ അത് കൊണ്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞണ്ട് നല്ല വരട്ടി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കല്ലുമ്മക്കായ കടുക്ക, അപ്പോൾ ഇവിടെ കടുക്ക എന്ന് പറയാം. കല്ലുമ്മക്കായ നിറച്ച ഒരു സ്നാക്സ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേക ടേസ്റ്റാണ്. അത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വെക്കണം. എനിക്ക് ഇവിടെ കടയിൽ നിന്നൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പോയി കഴിച്ചിട്ടൊന്നും ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ അമ്മയോട് ഞാൻ ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ പുതിയ വീടാണെങ്കിലും ഗ്യാസ് സ്റ്റൗ ഒക്കെ ഉണ്ടെങ്കിലും അടുപ്പിലാണ്, അമ്മ ചട്ടിയിലാണ് വെക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരുടെ റെസിപ്പി കൈക്കണക്കൊക്കെ എങ്ങനെയാണെന്നൊന്ന് അറിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇന്ന് ഞാനല്ല കുക്കർ, അമ്മയാണ് കുക്കിങ്ങിൽ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ, നാട്ടുവിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പം അമ്മ ഞണ്ട് വൃത്തിയാക്കാനുള്ള പരിപാടികളിൽ നേരത്തെ തുടങ്ങി കഴിഞ്ഞു. അമ്മ ഭയങ്കര സ്പീഡപ്പാണ്. എന്നെപ്പോലെ ഞാനും ഭയങ്കര സ്പീഡാണെന്ന് എൻ്റെ കസിൻസൊക്കെ പറയാം. സത്യം പറഞ്ഞത് അമ്മയിൽ നിന്ന് പഠിച്ചതായിരിക്കാം. അപ്പോൾ ഞണ്ട് വൃത്തിയാക്കാൻ ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. നമ്മൾ കൊച്ചിയിലൊക്കെ എല്ലാം വൃത്തിയാക്കിയിട്ടാണ് വാങ്ങിക്കുക. അതുകൊണ്ട് എനിക്ക് ഈ ഞണ്ട് വൃത്തിയാക്കൽ ഭയങ്കര ടാസ്ക്കാണ്, അല്ലെങ്കിൽ പൊട്ടിച്ചെടുക്കണം. അപ്പം അമ്മ അതൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ കത്തി വെച്ചിട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ മീൻ മുറിക്കുന്നതൊക്കെ നോക്കിയിരിക്കും. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഞണ്ടാണ്. അപ്പോൾ അമ്മ അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓറ മുറ്റത്തേക്ക് ഇറങ്ങി അവളുടെ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞണ്ട് പ്രിപ്പറേഷനിലേക്ക് പോവാണ്. ഉപ്പിട്ടിട്ട് പുരട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ചോറ് അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഞണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്, അത് നൈസായിട്ട് അരിഞ്ഞത്. പിന്നെ 2 പച്ചമുളക്. പിന്നെ അമ്മ അതിലേക്ക് ചേർത്തിരിക്കുന്നത് 1 തക്കാളിയും കുറച്ച് ഇഞ്ചിയും മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റാക്കിയതാണ് അതിലേക്ക് ഒഴിച്ചത്. അപ്പോൾ അങ്ങനെയാണ് അമ്മ പറയുന്നത്. ഇത് ഇങ്ങനെയല്ല ഞാൻ ഇതുവരെ ഉണ്ടാക്കിയത്. ഇത് അമ്മേൻ്റെ ഒരു സ്പെഷ്യലാണ്. ഇനി പൊടി വറുത്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ മുളക് പൊടിയും, 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും. ഇത് നന്നായിട്ട് വറുത്ത് ഒരു ചട്ടിയിൽ, ഉണ്ടാക്കേണ്ട ചട്ടിയിലേക്ക് അമ്മ ഒഴിച്ചു. പിന്നെ ആ ചീനച്ചട്ടി തന്നെ കഴുകി വെള്ളം അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതിലേക്ക് നേരത്തെ വെച്ച ഞണ്ടൊക്കെ അതിലേക്ക് ഇട്ടു. എന്നിട്ട് അത് അമ്മ ഇങ്ങനെ മൊത്തത്തിൽ ഒന്ന് പുരട്ടി വെക്കുകയാണ്. എന്നിട്ടാണ് ഇനി അടുപ്പിലേക്ക് വെക്കാൻ പോകുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരുമിച്ചാണ്. അപ്പോൾ നമുക്കത് അടുപ്പിലേക്ക് വെക്കാൻ പോവുകയാണ്. അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞു. ഇത് അടുപ്പിൽ വെക്കുമ്പം തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. ചട്ടി പിന്നെ എന്നും ഉണ്ടാക്കുന്ന ചട്ടിയിൽ വെക്കുമ്പോൾ അതിന് പ്രത്യേക സ്വാദുണ്ടാകും. അപ്പോൾ നമുക്കത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വറ്റി വരണം. വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ആണ് വേവിക്കാൻ വെച്ചിരിക്കുന്നത്. നമ്മൾ ഞണ്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കുറച്ചും കൂടി കുറുകണം, എന്നാൽ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് സെറ്റായി. ഇനി അതിലേക്ക് ജസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പരിപാടി സെറ്റ്. അപ്പോൾ ഇതിനിടയിൽ കറിവേപ്പില മസ്റ്റായിട്ട് ഇടണം. അപ്പോൾ വീട്ടിലെ കറിവേപ്പിലയാണ്. അപ്പോൾ അതിന് പ്രത്യേക സ്വാദുണ്ടാകും. അപ്പോൾ ലഞ്ചൊക്കെ ഇവിടെ റെഡിയായി സെറ്റായിട്ടുണ്ട്. അമ്മേൻ്റെ അങ്ങനെ ഞണ്ട് റോസ്റ്റ് എന്ന് പറയാം. പിന്നെ എന്താ, നമ്മളുടെ തോരൻ, ബീൻസ് തോരനാണ്. പിന്നെ നല്ല നാടൻ
അമ്മേൻ്റെ മാന്തക്കറി. നിങ്ങളെന്താ നക്ക് എന്ന് പറയും, അമ്മ മാന്തക്കറിയും ഉണ്ട്. അപ്പം നമുക്ക് ഭക്ഷണം അങ്ങനെ കഴിച്ചു തുടങ്ങാം. മാന്തൽ കറി, മാന്തൽ കാണിച്ചു തരട്ടെ. അങ്ങനെ മാന്തൽ കറി ഇപ്പോൾ കുറച്ച് നല്ല എരിവുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂട്ടിക്കുഴച്ച് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ അമ്മയുടെ മീൻ കറിക്ക്. ഞാൻ വന്നു കഴിഞ്ഞാൽ കുറേ ചോറ് തന്നു. എൻ്റെ ചോറ് കഴിപ്പ് കണ്ടിട്ട് ആരും പേടിക്കണ്ട. ഈ ടേസ്റ്റ് എങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല. എനിക്കും ഉണ്ടാക്കി കഴിഞ്ഞാലൊന്നും ഈ ടേസ്റ്റ് കിട്ടില്ല. നമ്മുടെ ടേസ്റ്റ് വേറെ ആയിരിക്കുമല്ലോ. എനിക്ക് തോന്നുന്നു ചട്ടിയിൽ വെക്കുന്നതുകൊണ്ടും പിന്നെ അവരുടെ കൈക്കണക്ക് അതൊക്കെ ആയിരിക്കാം. പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം ഞാൻ കഴിച്ചു വെക്കട്ടെ. നിങ്ങൾ എൻ്റെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അല്ല ഞാൻ അവിടെ പറഞ്ഞു തരൂല.